കുരുത്തക്കേടിന്റെ അറ്റം കെബീറ എന്ന് പറയുന്ന എന്റെ സോഹിബുൽ വക്തിച്ചിയുടെ അവറത്ത് മറക്കാത്ത മാലോകര് കണ്ട് നാണം കെട്ടിട്ട് നൗഷാദ് സങ്കടപ്പെട്ടല്ലോ. ഞങ്ങളുടെ ഷെയ്ഖുനയുടെ അവറത്ത് മറക്കാത്ത ഭാര്യമാരുടെ അല്ലെങ്കിൽ ഫോട്ടോ പ്രദർശിപ്പിക്കും ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാടാ ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പബ്ലിക്കായി ഇറങ്ങി നടക്കണ്ടേ? ഏത് സോഹിബുൽ വക്താടാ അവറത്ത് മറക്കാതെ സ്വന്തം ഭാര്യയും കൊണ്ട് നടക്കുക? ഈ വക തമ്മാടിത്തരം ചെയ്തിട്ട് അതാണ് ഷെയ്ഖുനയുടെ കറാമത്ത് എന്ന് പറയുന്നത്. മടവൂർ ഷെയ്ഖുന പെരടിക്ക് കൂക്കി കൊടുത്തത് അവിടെയാണ്. ആ മടവൂർ ഷെയ്ഖുനയുടെ കദമിൽ ഇന്ന് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് AP ഉസ്താദിനെതിരെ തോന്നിവാസം പറഞ്ഞു. റമദാനിൽ ദുബായിൽ തെണ്ടുകയാണ്, ഇരക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലേ? പാവപ്പെട്ട യതീം മക്കൾക്കും സ്ഥാപനം നടത്തുന്നതിനും ദീനിന്റെ സംസ്ഥാപനത്തിനും വേണ്ടിയിട്ട് അതിനു വേണ്ടിയുടെ പ്രചാരണത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി പോയതിനെ നിന്ദിച്ച് പരിഹസിച്ച് റമദാൻ മാസത്തിൽ പറഞ്ഞതിന് ശവ്വാലിൽ കൊടുത്തു. അതേ മടവൂർ ഷെയ്ഖുനയുടെ അതേ മാസത്തിൽ ഈ പറഞ്ഞ അതേ തെണ്ടി ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടക്കുന്നതിന്റെ പിക്ചറല്ലേ മാലോകരിയിൽ കണ്ടത്? ആ കണ്ടതല്ലേ ഏറ്റവും വലിയ കരണക്കുറ്റിക്ക് പൊട്ടിക്കല് എന്ന് പറയുന്നത്? അതിന്റെ ക്ഷീണം ഇന്നും മാറിയിട്ടുണ്ടോ? എന്നിട്ട് സ്റ്റേജിൽ വെച്ച് മറ്റവൻ കരയാണ്, ഞങ്ങൾക്ക് വളരെ വേദനയുണ്ടായി, അതിലും വലിയ വേദന മറ്റൊന്നുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത്? ഞങ്ങളുടെ ഉസ്താദുമാരെ നിന്ദിക്കുന്നതിനും പരിഹസിക്കുണ്ടാവുമ്പോ ഞങ്ങൾക്ക് വേദനയില്ലേ? ആ വേദന നിങ്ങൾ അറിയണം. ഇനി കൂടുതലായിട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളെ കയ്യിലുള്ള ബോംബുകൾ മൊത്തം പൊട്ടിക്ക്. ഇവിടെ ഒരു ചുക്കും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്നുള്ളത്, അതിന്റെ ബാക്കി എന്താണെന്നുള്ളതൊക്കെ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കളിക്ക് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾ കുറച്ച് ചെറുക്കന്മാരുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ. അതിൽ നിങ്ങളുടെ തെറിയൂര് പറഞ്ഞല്ലോ, തൊലിയുരിഞ്ഞ് പൊതുജന മധ്യത്തിൽ നിർത്തുന്നു. അങ്ങനെ നിർത്തും. മനസ്സിലായില്ലേ? അതിനുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിയായി കൂട്ടണ്ട. പക്ഷെ നിങ്ങൾ കളിക്കുമ്പോ ഓരോ ദിവസത്തിന് വെച്ചിട്ട് പൊട്ടും. മനസ്സിലായില്ലേ? ആ വക പടായൊക്കെ നിർത്തിക്കളെ. പിന്നെ ഞങ്ങളുടെ ഉസ്താദിനെ ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഇരിക്കുമ്പോ പേരോട് ഉസ്താദ് തന്നെ സമ്മതം കൊടുത്തിട്ട് ആ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എടുത്ത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞ് പേരോട് ഉസ്താദ് പോകുന്നത് വരെയുള്ള വീഡിയോ ഒന്ന് വിടടാ. അങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ട് ആ ചോദിച്ച ആളുകൾ കൈയും കൊടുത്ത് ഞങ്ങളെ തെറ്റിദ്ധാരണ നീങ്ങി എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അവിടെ കട്ട് ചെയ്തു. ഏത് വീഡിയോയും കട്ട് ചെയ്യുന്ന പോലെ ഇപ്പൊ ഹക്കീം അസറിന്റെ വീഡിയോ കട്ട് ചെയ്തില്ലേ? ഹക്കീം അസറിന്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് അവിടെ TV മൊബൈൽ നക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കിട്ടും, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളി എന്ന് മാത്രം. എന്നാൽ അതൊരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ്, അതൊരു രാജ്യത്തുള്ളതാണ് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തു. ആ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലുകൾ, അങ്ങനെ ഒരു കണ്ടെത്തലുകൾ ഇല്ലേ? ഈ പൊട്ടക്കിണറ്റിലെ തവളകളായ വട്ടൂരികളെ നിങ്ങൾക്ക് എന്തറിയാം? അല്ലെങ്കിൽ ഇതൊന്നും ഓടിച്ച് നടക്കുന്ന മറ്റേ എന്താണ് കാറ് ഓടിച്ച് ഹൗസ് ഡ്രൈവറായി നടക്കുന്ന നിനക്ക് എന്തറിയാം പഹയ? ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ടോന്ന്? എന്നിട്ട് അത് കട്ടുമുറിച്ചിട്ട് അതിനെ നീ എന്തെങ്കിലും പറഞ്ഞോ? അതിന്റെ മുഴുവൻ വീഡിയോ ഇട്ടപ്പോ മനസ്സിലായില്ലേ ആ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരാണെന്നുള്ളത്, ആ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരാണെന്നുള്ളത്? ഇതൊക്കെ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്ന ഒരു വലക്കമ്മല സ്വാഹിബുൽ വക്ത് ഇല്ലേ? ആ സ്വാഹിബുൽ വക്ത് നിയന്ത്രണം കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന സിറാജി എന്ന് പറയുന്നതും കാഫിലയുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഓന് നാട്ടുകാരുടെ അടിയിൽ നാടന്മാര് ചോദ്യം ചെയ്ത് പെരടിക്ക് പിടിച്ച് നടുംപുറത്ത് അടി കിട്ടിയിട്ട് ഇപ്പൊ സെൻട്രൽ ജയിലിൽ ഉണ്ടതിന്നോണ്ടിരിക്കുകയാണ് ഇല്ലേ? അതാണ് നിങ്ങളെ സോഹിബുൽ വക്തിന്റെ സംരക്ഷണം. ആ നേരെ മറിച്ച് ഞങ്ങളുടെ SSFന്റെ കുട്ടികള്, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകര്, ഞങ്ങളുടെ നേതാക്കന്മാര് എല്ലാവരും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കെ ആ ഉസ്താദിന്റെ നേരെ വിരല് ചൂണ്ടി ഒന്ന് സംസാരിക്കാനോ, ആ ഉസ്താദിന്റെ രോമത്തിലൊന്ന് തൊടാനോ, ആ ഉസ്താദിനോട് ഒരു അസഭ്യ വർത്തമാനം പറയാനോ അവിടെ വന്നിരുന്ന് ചോദ്യം ചോദിച്ചിരുന്ന ഭവ്യത വിട്ട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യും. മനസ്സിലായില്ലേ? അതിന് തന്റെയോടുള്ള ആളുകൾ തന്നെയാണ് SSFകാര്. അല്ലാതെ അവിടെ ഞങ്ങളെ ഉസ്താദ്മാരെ കൈ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളെ ഉസ്താദ്മാരെ വേറെ അസഭ്യം പറയുമ്പോഴോ അതൊന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. മനസ്സിലായില്ലേ? ഞങ്ങളെ ഉസ്താദ്മാരെ ചെയ്യൂല, പക്ഷെ ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അത് പണ്ട് മുതലക്കുളത്ത് നിങ്ങളാകുന്ന സകല മുക്കൂട്ട് മുന്നണികളെയും നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു രക്ഷാ കവചം ഞങ്ങളെ AP ഉസ്താദിനും, അത് മറ്റോ പറഞ്ഞല്ലോ, രാമന്തളിയും ജിഷാനും അതേപോലെ നൗഷാദല്ല കോക്കസ് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും APക്ക്. ആ ഉപജാപക സംഘങ്ങളുടെ കാപഡ്യങ്ങൾ തുറന്നു കാട്ടി ആ രോമത്തിലൊരു പോറലേൽപ്പിക്കാൻ ഒന്ന് ചൂണ്ടിയിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോലും ആണായി പിറന്ന ഉരുവട്ടൂരികൾ ആരുമില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റയെണ്ണത്തിനെ കാണിക്കടാ. അവിടെ ആ വീഡിയോയിലും അതില്ല. എന്നിട്ട് നിങ്ങളാണ് ഒരു തുണ്ട് കിട്ടിയപ്പോ അതിൽ ഒന്നുമില്ലാതിരുന്ന ശൂന്യതയിൽ നിന്ന് എന്തോ കിട്ടി എന്ന് ആഹ്ലാദിച്ച് നടക്കുന്ന, അപ്പൊ നിങ്ങൾ ഈ ലാൽ ബാഗിൽ നടക്കുന്നതും ഇനി വരാനുള്ള വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും മനുഷ്യന്മാരെ നിങ്ങള്? ഇപ്പോൾ ഉള്ളതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? എന്റെ ഇത്രയും കാലം മുഖവും മുൻകൈയും മാത്രം 10 കിതാബ് ഓതിയവന് പുതിയ ഫോട്ടോ വന്നല്ലോ, മുടി തന്നെ കാണിച്ച് ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ സോഹിബുൽ വക്തിച്ചി. എന്തേ ബാക്കി 15 കിതാബ് 20 കിതാബ് ഓതാത്തത്? കാരണം ഓതിയുമ്പോ തന്നെ നാണം കെട്ടു. അണികളെ മുന്നിലും പൊതുസമൂഹത്തിന്റെ മുന്നിലും ഒരു സോഹിബുൽ
വക്തിച്ചി ഉമ്മഹാത്തുൽ മുഅ്മിനാനായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതേ കദമിലുള്ള ആളാണ് സ്വഹൈബുൽ വക്തിന്റെ വക്തിച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോ നാണം കെട്ട് ഉളുപ്പില്ലാതെ ഏതൊരു സ്കൂൾ കുട്ടികൾ പോലും അവരുടെ തട്ടം മുഖം മറച്ച് അല്ലെങ്കിൽ തട്ടെങ്കിലും ശരിക്കിട്ട് നടക്കുന്ന സമയത്ത് ഇത് മുടിയും കാണിച്ച് കുട്ടി ട്രൗസർ വിട്ട് മദാമമാരുടെ ഇറയിലൂടെ നടക്കുന്നത്, എന്നിട്ട് അതാണ് ശറയിലെ ഏറ്റവും വലിയ വറ എന്ന് പ്രസംഗിപ്പിച്ച അമളി പറ്റിയ അവന് ഇനിയൊരു കിതാബും ഈ വിഷയത്തിൽ ഇനി വായിക്കൂല. അല്ലെങ്കിൽ ആൺകുട്ടികളാണ് വായിക്ക്, മുടിയും കാണിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ സമതിനോട് പറയും ഓന്റെ ശൈലിയിൽ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ പറ അളിയനോട്. ഓന്റെ പെങ്ങളെ കെട്ടി നടക്കുന്നുണ്ടല്ലോ സ്വന്തം അമ്മോസ, ഓന്റെ എന്താണ് സ്വഹൈബുൽ വക്തിന്റെ പെങ്ങളെ കെട്ടിയിട്ട് ഓനോടൊന്ന് വെളുപ്പിക്കാൻ മറി, മുടിയും കാണിച്ച് നടക്കുന്നതിന് കാണട്ടെ ഓന്റെ 15 കിതാബ്. മുക്കിങ്ങള് നിങ്ങളാണ് നമ്മളോട് ഉണ്ടാക്കാൻ